സഹോദരങ്ങളെ, തുടർന്നുള്ള വചന ശുശ്രൂഷയിൽ നിങ്ങൾ ക്ഷീണിക്കാതെ വളരെ ശ്രദ്ധയോടുകൂടി ഈ സമയം ചെലവഴിക്കുന്നതിനെ പ്രതി യേശുവിനെ ആയിരം നന്ദി പറയുകയാണ്. സഹോദരങ്ങളെ, ശരിക്ക് വചനത്തിൻ്റെ പ്രവചനാതീതമായ ശക്തി, അതായത് പ്രവചിക്കാൻ കഴിയാത്ത വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിൻ്റെ നമുക്ക് നൽകപ്പെട്ട സഭയ്ക്ക് നൽകപ്പെട്ട മനോഹരമായ ഒരു അപ്പസ്തോലിക ആഹ്വാനമാണ് സുവിശേഷത്തിൻ്റെ ആനന്ദം. അതിൽ 22-ാമത്തെ ഖണ്ഡികയിൽ ദൈവജനത്തോട് വചനത്തിൻ്റെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ശക്തിയെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്. 22-ാമത്തെ ഖണ്ഡികയിൽ ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ശക്തിയിൽ പ്രവചനാതീതമാണ്. അതായത് ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ശക്തിയിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത അത്ര ശക്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് പ്രിയ സഹോദരങ്ങളെ, അതിന് തുടർന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നത് എങ്ങനെയാണ്? വിതയ്ക്കപ്പെട്ടാൽ കൃഷിക്കാരൻ ഉറങ്ങുമ്പോൾ പോലും തനിയെ വളർന്നു വരുന്ന ഒരു വിത്തിനെ കുറിച്ച് സുവിശേഷം പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ വിശുദ്ധ മർക്കോസ് 4:26 പറയുന്നതിന് കോട്ട് ചെയ്തുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്. എന്നിട്ട് പറയാണ്, നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും ചിന്താഗതികൾക്കും അതീതമായ മാർഗങ്ങളിലൂടെ ആഗ്രഹിക്കുന്നവ പൂർത്തീകരിക്കുന്ന വചനത്തിൻ്റെ അടക്കാനാവാത്ത ശക്തി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, അതായത് വചനത്തിൻ്റെ പ്രവചനാതീതം. ഇന്ന് ഈ ശുശ്രൂഷയിൽ ഒരുപക്ഷെ ഏതൊക്കെ മേഖലയിൽ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് പോലും വകയില്ലാത്ത അവസ്ഥയിലാണ് എങ്കിൽ പോലും പ്രിയ സഹോദരങ്ങളെ, ഫ്രാൻസിസ് പാപ്പയിലൂടെ ഈ ഒരു സായാഹ്നത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി നമ്മുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കുവാനായി ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അതിൽ ഒന്നാമത്തെ നമ്മൾ ഈ ശുശ്രൂഷയിൽ അച്ഛൻ കുറച്ച് വചനം അങ്ങനെ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഓരോ മേഖലകൾക്ക് വേണ്ടി, ചില മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സംഭവം കൂടി ഈ ശുശ്രൂഷയിൽ നമ്മൾ നടക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഏതാനും നാളുകൾക്ക് മുൻപ് അച്ഛൻ്റെ അടുക്കിലേക്ക് ഒരു 10 വയസ്സുകാരൻ വന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അച്ഛാ, എൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പോൾ അമ്മ മരിച്ചുപോയിട്ട് ഞാൻ അറിയുന്നൊരു പയ്യനാണ്, 10 വയസ്സാണ്, എൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പോൾ അവനെ ഞാൻ ഒരു സൗഹൃദമൊക്കെയുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവൻ വന്നിട്ട് പറയാണ്, എനിക്ക് അച്ഛാ എല്ലാവരും എന്നെ ആശ്വസിപ്പിക്കും നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്കിപ്പോഴും എൻ്റെ അമ്മ മരിച്ചുപോയത് എനിക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല അച്ഛാ. ഞാൻ കരയണമൊന്നുമില്ല, ഞാൻ എല്ലാവരോടും സന്തോഷമായ രീതിയിലൊക്കെ ഞാൻ പെരുമാറുന്നുണ്ട്, പക്ഷെ അച്ഛാ എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു വേദനയുണ്ട്. എൻ്റെ അമ്മ മരിച്ചുപോയി, എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല അച്ഛാ. ശരിക്കും ഒരു 2-3 മാസം കഴിഞ്ഞിട്ടാണ് അമ്മയുടെ വേർപാടിന് ശേഷം 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഈ കൊച്ചെൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് അവൻ പറയാം, 10 വയസ്സുകാരൻ, എന്നിട്ട് പറയാണ്, എനിക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല അച്ഛാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നോക്കൂ സഹോദരങ്ങളെ, ഇങ്ങനെ എന്തേരം വ്യക്തികൾക്ക് ഓരോ രീതിയിൽ ഒരു 10 വയസ്സുകാരൻ്റെ ദുഃഖമാണ്. അവനങ്ങനെ കണ്ടമാൻ ആരോടും പറഞ്ഞു നടക്കി മിണ്ടാതിരിക്കും ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരോടും അവൻ സാധാരണ രീതിയിലൊക്കെ നോർമലായിട്ടൊക്കെ പെരുമാറുന്നുണ്ടെങ്കിലും ആ കുഞ്ഞിൻ്റെ വേദനയാണ്, എൻ്റെ അമ്മ മരിച്ചു പോയത് എനിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അച്ഛാ. സഹോദരങ്ങളെ, ഈ ഒരു സമയത്ത് നമ്മുടെ വേർപാടിൻ്റെ, അതായത് പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചുപോയി, അതേസമയം തന്നെ ഉള്ളിൽ വലിയൊരു ശൂന്യതയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മളിങ്ങനെയുള്ള സഹോദരന്മാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത്? ഈ സമയത്ത് നമുക്ക് 2 കരങ്ങളും ഉയർത്തി നമ്മളുടെ മരണം വഴി വേർപെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് അത് ഒരിക്കലും ഹൃദയം കൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അങ്ങനെ വേദനിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അമ്മയോട് ചേർന്ന് ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. രണ്ടാമതായി പ്രിയ സഹോദരങ്ങളെ, ഒന്നാമത്
ദൈവത്തിൻ്റെ വചനം പ്രവചനാതീതമാണ് എങ്കിൽ രണ്ടാമത്തെ തിരുവചനം അത് ജെറമിയായുടെ പ്രവചനത്തിൽ ജെറമിയ 33:26 അവിടെ വചനം പറയുകയാണ്, ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകും. ഞാൻ അവർക്ക് വീണ്ടും, നമുക്ക് ആ വചനം ഏറ്റു പറയാം, ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നാം എല്ലാവരുടെയും, അതായത് ഈ വചനവേദിയിലെ ധാരാളം ദൈവമക്കളെ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഓൺലൈനിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. നാം എല്ലാവരോടും, ആരെല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ അവരോട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നൽകുന്ന വാഗ്ദാനമാണ്, ഞാൻ അവരുടെ മേൽ വീണ്ടും കരുണ വർഷിക്കും, ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകും, അവരുടെ മേൽ കരുണ വർഷിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിൻ്റെ കരുണ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കർത്താവ് നമുക്ക് ഐശ്വര്യം നൽകുന്നത് മുന്നിൽ കണ്ടുകൊണ്ട് ഇത് ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വലതുകരം ഉയർത്തൊരു 3 ഹല്ലേലൂയ പറയാവോ? പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് മൂന്നാമതായിട്ട് അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ തിരുവചനം. അവിടെ യേശു പറയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അതായത് എൻ്റെ യേശു പറയാണ്, എൻ്റെ നാമത്തിൽ മക്കളെ നിങ്ങൾ പിതാവിനോട് എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് നൽകും. സഹോദരങ്ങളെ, ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ നമ്മൾ പല വിധത്തിലുള്ള പ്രതിസന്ധിയിലൊക്കെ പെട്ടായിരിക്കാം നമ്മുടെ ജീവിതം. ഒരു പക്ഷേ രോഗപീഠകളുടെ നടുവിലായിരിക്കാം, അല്ലെങ്കിൽ അച്ഛാ മകളുടെ കല്യാണം നടക്കണില്ല അച്ഛാ, ഇവിടെ കുറേ അനുഭവങ്ങളും സാക്ഷ്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ വലിയ വേദനയാണ്, മകൾക്ക് 28 വയസ്സായി, അല്ലെങ്കിൽ 30 വയസ്സായി, അല്ലെങ്കിൽ എൻ്റെ മകന് 10-35 വയസ്സായി. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കാത്തിരിപ്പിനായിട്ട് ഞങ്ങൾ അതുപോലെ കാത്തിരിക്കുന്നുണ്ടെങ്കിലും കർത്താവ് ഇടപെടുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല അച്ഛാ. അങ്ങനെ ഒരു പക്ഷേ പല വിധത്തിലായിരിക്കാം. ചിലപ്പോൾ തടസ്സങ്ങളായിരിക്കാം, ചിലപ്പോൾ വലിയ ബാധ്യതകളായിരിക്കാം, അല്ലെങ്കിൽ ചില അവിശ്വാസ പീഡയായിരിക്കാം, ചില പ്രത്യേക രീതിയിലുള്ള തഴക്കദോഷത്തിൻ്റെ മേഖലയാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയായിരിക്കാം. യേശു പറയുകയാണ്, സഹോദരങ്ങളെ, സത്യം മക്കളെ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ എൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പിതാവിനോട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് നൽകപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന സകല മക്കളും, ഇത് ഓൺലൈനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളും, നമ്മുടെ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാവോ? നമ്മുടെ ജീവിതത്തിൽ എന്താണോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ വേദന, മക്കൾ, എന്താണോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ പ്രയാസം, എന്താണോ ഉള്ളിൻ്റെ ഉള്ളിലെ നൊമ്പരം, ആ മേഖലയിലേക്ക് യേശു ഇങ്ങനെയാണ്, എൻ്റെ നാമത്തിൽ പിതാവ്, യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് നമ്മളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക്, പ്രാർത്ഥനാ മേഖലകളിലേക്ക് യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. വരും നാളുകളിൽ ഇത് അത്ഭുതങ്ങളായിട്ട് ജനതകളുടെ മുൻപിൽ പ്രഖ്യാപിക്കത്തക്ക വിധത്തിൽ ഇവിടെ കർത്താവ് ഈ ഒരു പ്രാർത്ഥനയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചൊരിയണം. ഹലോ, പ്രൈസ് ദി ലോർഡ്. മനസ്സിൽ കണ്ടോ പ്രാർത്ഥിക്കേണ്ട മേഖലകളെല്ലാം മനസ്സിൽ കണ്ടോ? ഇനി എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ നൽകപ്പെടും. അങ്ങനെയാണ് യേശു പറയണത്. അങ്ങനെയെങ്കിൽ 2 കരങ്ങളും ഉയർത്തി ഇടിമുഴക്കത്തിൻ്റെ സ്വരത്തിൽ ഒരു 5 തവണ യേശുവേ എന്നൊരു 5 തവണ വിളിച്ച് പ്രാർത്ഥിക്കാവോ? യേശുവേ, 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 യേശുവേ. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ഈ സമയത്ത് നമ്മൾ തുടർന്ന് ഒരു വചനഭാഗം നമ്മൾ വ്യാഖ്യാനിക്കുകയാണ്. വചനഭാഗം വായിച്ച് നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞൊരു വ്യാഖ്യാനം, അപ്പോഴേക്കും നമ്മളുടെ സമയമാവും. റെഡി? നമുക്ക് വചനത്തിൻ്റെ മുൻപിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാലോ? അതായത് ഡിഡാക്കെ എന്ന് പറയുന്ന
നമ്മുടെ വളരെ സുവിശേഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമല്ലേ ദിദാക്കിയ, ആദ്യ നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ്. അതിൽ പറയുന്നത് എങ്ങനെയാണ്? സുവിശേഷം എവിടെയെല്ലാം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെ ഉത്തിതനായ ഈശോയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതൊക്കെ സുവിശേഷ പ്രഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെ സുവിശേഷം ഒന്ന് വായിക്കാൻ പോവാണ്. ഒരു ഭാഗം, അതായത് യേശു നമ്മളുടെ ജീവിതങ്ങളിൽ ഇടപെടുന്ന ചില കാര്യങ്ങൾ സുവിശേഷങ്ങളിലുണ്ട് സഹോദരങ്ങളെ. അതിൽ ഇന്ന് നമ്മൾ വായിക്കുന്നത് വിശുദ്ധ മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷം അധ്യായം 4 വാക്യങ്ങൾ 35 തുടങ്ങി. കടലിനെ ശാന്തമാക്കുന്നു. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെയുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. അപ്പോൾ പ്രശാന്തത ഉണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. പ്ലീസ് ഇരിക്കാം, നമുക്ക് ഇരിക്കാം. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ശിഷ്യരുടെ ജീവിതത്തിലുണ്ടായ ഒരു പ്രതികൂലത്തിൽ നമ്മുടെ കർത്താവ് ഇടപെട്ട ഒരു ഭാഗമാണ്. കാറ്റിനോട് കടലിനോട് യേശു പറയുന്നത്, ഒരു നഴ്സറി ക്ലാസ്സിൽ വന്നത് സ്റ്റാൻഡ് ഈസ്, സിറ്റ് ഡൗൺ. അതായത് അത്രയും എളുപ്പത്തോടെയാണ് പ്രാപഞ്ചിക ശക്തികളോട്, അതായത് കാറ്റിനോട് കടലിനോടൊക്കെ യേശു കൽപ്പിക്കുകയാണ് വളരെ സിമ്പിളായിട്ടുള്ള വിധത്തിൽ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന്, അതായത് ഈ ദിവസങ്ങളിൽ ശരിക്കും നൈറ്റ് വിജിലിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാനിങ്ങനെ വിചാരിച്ചു, ദൈവമേ, എത്രയോ ത്യാഗമെടുത്താണ് ഈ ശുശ്രൂഷയിലെ ദൈവജനം പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ, അതായത് ഷാലോമിൻ്റെ ചാപ്പലിൽ കടന്നു വന്ന് പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചവർ, നിങ്ങൾക്ക് ഈ ശുശ്രൂഷ ഓൺലൈനിലായിട്ടൊക്കെ കാണുന്നവർക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തവണ ഈ ആലയത്തിൽ വന്ന് ലൈവായിട്ട് ശുശ്രൂഷ കാണാനുള്ള ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ, അത് ദൈവം ഇടപെട്ട ഒരു കാര്യം ഇവിടെ വന്ന് പറയാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് അച്ഛൻ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ സഹോദരങ്ങളെ, അതായത് ഇവിടെ എത്രയോ ത്യാഗമെടുത്ത് ഇവിടെ വരുന്നു. അതായത് കിലോമീറ്ററുകൾ തൃശ്ശൂരിൽ നിന്ന്, എറണാകുളത്ത് നിന്ന്, അല്ലെങ്കിൽ തലശ്ശേരി, താമരശ്ശേരി പിന്നെയാണ് കണ്ണൂർ, കാസർഗോഡ്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന്. ഇനി നോക്കൂ സഹോദരങ്ങളെ, ഒരു ദിവസത്തെ അധ്വാനത്തിന് ശേഷം ഈ നൈറ്റ് വിജിലിൽ പങ്കെടുക്കണമെന്ന വലിയ ആഗ്രഹത്തോടെ ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഇപ്പോൾ ടെലിവിഷൻ്റെ മുൻപിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മുൻപിൽ, മറ്റുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, ശരിക്കും പ്രിയ സഹോദരങ്ങളെ, എത്ര ത്യാഗമെടുത്തിട്ടാണ് ദൈവജനം, 10,000-കണക്കിന് മനുഷ്യർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. ഇത് അച്ഛനറിയാം. അപ്പം ഞാനിങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കായിരുന്നു, കർത്താവേ, ഒരുപാട് ത്യാഗം എടുത്തിട്ടാണ് ഈ ശുശ്രൂഷയ്ക്ക് ദൈവജനം കടന്നു വരുന്നത്. അപ്പം അതുകൊണ്ട് കർത്താവേ, നീ എന്താണ് ഈ ജനത്തിന്, അതായത് ഞാൻ ഉൾപ്പെടെ, ഈ വചനം പറയുന്ന അയോഗ്യനായ ഞാൻ ഉൾപ്പെടെ, ഞങ്ങളോട് എന്താണ് യേശുവേ നിനക്ക് തിരുവചനത്തിലൂടെ പറയാനുള്ളൂ? യേശു ഇന്ന് പ്രിയ സഹോദരങ്ങളെ തിരുവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുവേ നീ എന്താണ്, അങ്ങ് എന്താണ് ഞങ്ങളോട് വചനത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സഹോദരങ്ങളെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്ന തിരുവചന ഭാഗമാണ് ഈ നമ്മളുടെ മർക്കോസിൻ്റെ വിശുദ്ധ മർക്കോസ് ലിഹായുടെ സുവിശേഷത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 35 തുടങ്ങിയിട്ടുള്ള തിരുവചന ഭാഗം. അവിടെ പ്രിയ സഹോദരങ്ങളെ, ഞാനിപ്പോൾ ഈ ഭാഗം കടലിൽ നമ്മൾ നേരത്തെ വായിച്ചു കേട്ടതാണ്. ഇവിടെ ഞാനിങ്ങനെ പെട്ടെന്ന് ഈ തിരുവചന ഭാഗത്തിലൂടെ ഞാനിങ്ങനെ പോയപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അവിടെ കൊടുങ്കാറ്റുണ്ടായി, തിരമാലകൾ അതിശക്തമായ വിധത്തിലെ വള്ളത്തിലേക്ക് ആഞ്ഞടിച്ചു. എൻ്റെ മനസ്സിലപ്പോൾ കടന്നുപോയ ചിന്ത, അവിടെ യേശു ഉണ്ടായിരുന്നില്ലേ? യേശു ഉള്ള സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടോ? ചിലപ്പോഴൊക്കെ പ്രിയ സഹോദരങ്ങൾ, എനിക്ക് പട്ടം കിട്ടിയിട്ട് ഇപ്പോൾ 15-ാമത്തെ വർഷമാണ്. അപ്പോൾ എന്നോട് പലപ്പോഴും അച്ഛൻ കുറേ ഇതുമായിട്ട് നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ശുശ്രൂഷകളിൽ ധ്യാന കേന്ദ്രങ്ങളും മറ്റൊക്കെ ആയിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം അച്ഛനെ അനുവദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. അത് ഒരുപാട് ജനം വേദനയോടെ പങ്കുവെച്ചിട്ടുള്ളതാണ്. അച്ഛാ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതാണ് അച്ഛാ, പ്രാർത്ഥിക്കുന്നതാണ് അച്ഛാ. ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രം, എൻ്റെ ജീവിതത്തിൽ മാത്രം യേശു എന്താ ഇടപെടാത്തത്? ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രം അടിക്കടി, ഒന്നിനു പുറകെ ഒന്നായി അനർത്ഥങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ എന്താ കടന്നു വരുന്നത്? സഹോദരങ്ങളെ, അതിൻ്റെ ഉത്തരമാണ് ഞാൻ പലപ്പോഴും പങ്കുവയ്ക്കാറില്ല. എന്നെ തന്നെ ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ ഓരോ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ, അതായത് ഒന്ന് നേരെ ചൊവ്വനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ അടിക്കടി പ്രതികൂലങ്ങൾ വരുമ്പോൾ ഞാൻ എന്നെ തന്നെ ബലപ്പെടുത്താനായിട്ട് കൂടെ കൂടെ വായിക്കുന്ന ഭാഗമാണ് സഹോദരങ്ങളെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ കടലിനെ ശാന്തമാക്കുന്ന. അതായത് പ്രിയ സഹോദരങ്ങളെ, യേശു അവിടെ ഉണ്ടായിരുന്നു. യേശു അവിടെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എന്ന് വിചാരിച്ച്, ഞാൻ ദൈവാരാധന നടത്തുന്ന വ്യക്തിയാണ് എന്ന് വിചാരിച്ച്, ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു ഉത്തമ ശിഷ്യനാണ് എന്ന് വിചാരിച്ച്, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും വരില്ല എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ നൈറ്റ് വിജിൽ ദിനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മകനെ അത് തെറ്റായ ബോധ്യമാണ്, മകളെ അത് തെറ്റായ ബോധ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, മറ്റാർക്ക് വരാവുന്നത് പോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ യേശു നമ്മുടെ കൂടെയുണ്ട് എങ്കിലും പ്രതികൂലങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, വേദനകളുണ്ടാകും, സങ്കടങ്ങളുണ്ടാകും, കുറ്റപ്പെടുത്തലുകളുണ്ടാകും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മെ നാശത്തിന് കർത്താവ് വിട്ടുകൊടുക്കില്ല. നമ്മെ നാശത്തിന് കർത്താവ് വിട്ടുകൊടുക്കില്ല. ഇത് ഞാൻ പറയുമ്പോൾ അച്ഛൻ്റെ അടുക്കിലേക്ക്, അച്ഛനിപ്പോൾ സെൻറ്റ് മേരീസ് ധ്യാന കേന്ദ്രം എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞൊരു, അതായത് ധ്യാന കേന്ദ്രം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര ഒരു വമ്പൻ സെറ്റപ്പാണെന്ന് വിചാരിക്കുക. 40 സെൻറ്റുള്ള ഒരു കുഞ്ഞൊരു ധ്യാന കേന്ദ്രമാണ് തൃശ്ശൂരിൽ സെൻറ്റ് മേരീസ് ധ്യാന കേന്ദ്രം. അവിടെ അച്ഛനെ കാണാനായിട്ട് ഒരു ഫാമിലി ദമ്പതികൾ അവർ വന്നത്. ഒരു 32-33 വയസ്സ് കാണുമായിരിക്കും. 33 ഭർത്താവിനും ഒരു 28-30 വയസ്സ് ഭാര്യയ്ക്കും. അപ്പോൾ ഞാൻ അവരെ വളരെയധികം ഇപ്പോഴും ഞാൻ ഓർക്കാനുള്ള കാരണം എന്താണെങ്കിൽ, വളരെ അപൂർവം ദമ്പതികളെയാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതായത് സാധാരണ ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്, അവരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയാണെന്ന് അറിയാനായിട്ട് കൂടുതലൊന്നും സംസാരിക്കേണ്ട, വെറുതെ ഒരു 5 മിനിറ്റ് അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്കൊരു പിക്ചർ കിട്ടും. ഞാൻ റൂമിലിരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കാണാൻ വന്നു. അപ്പോൾ ഞാൻ കണ്ട അവർ തമ്മിലുള്ള ചേർച്ച എങ്ങനെയാണെന്ന് അറിയാമോ സഹോദരങ്ങളെ? ഭർത്താവ് ഒരു കാര്യം പറയുന്നു, അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഭാര്യ. ഭാര്യ ഒരു കാര്യം തുടങ്ങുന്നു, അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതായത് അതുപോലെ പരസ്പരം ശരിക്ക് അതുപോലെ ഒരു ലിങ്ക് എന്ന് പറയില്ല, ഒരു പ്രത്യേക രീതിയിൽ ഇവർ അതുപോലെ പരസ്പരം മനസ്സിലാക്കുന്ന. ഞാൻ വളരെ കുറച്ച് വിവാഹം കഴിഞ്ഞ് ഒരു 5-6 മാസമൊക്കെ അങ്ങനെ വളരെ പരസ്പര ധാരണയോടെയൊക്കെ പോകുന്ന കുറേ പേരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു 2-3 വർഷമൊക്കെ കഴിയണോടുകൂടി ഈ വണ്ടിയൊക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ട്, പല വണ്ടികളും ബ്രേക്ക് ഡൗൺ ആയിട്ടൊക്കെ പോകുന്നത്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഇത് ഞാനപ്പോൾ അവരോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഭയങ്കര അതിശയം തോന്നുന്നു. കാരണം
ദൈവം എത്രയോ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 6-7 വർഷമൊക്കെ കഴിഞ്ഞുവെങ്കിൽ 6-7 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എത്രയോ ധാരണയോടെയാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഇതിനെ പ്രതി നിങ്ങൾ ഈശോയ്ക്ക്, അവർ വേറെ 1-2 പ്രയർ റിക്വസ്റ്റൊക്കെ ആയിട്ടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് വന്നതെങ്കിലും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അവരുടെ പരസ്പര പൊരുത്തമാണ്. ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, അത് അവരുടെ സംസാരത്തിൽ മുഴുവൻ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ പൊരുത്തമാണ് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ അതിലെ ഭാര്യ, അവള് ഭർത്താവിനെ നോക്കിയിട്ട്, അതേ ഞാൻ നമ്മുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയട്ടെ. അപ്പോൾ അവൻ, നീ പറഞ്ഞോ സഹോദരങ്ങളെ. തുടർന്ന് അവർ രണ്ടുപേരും, ഭാര്യ മാത്രമല്ല കേട്ടോ, അച്ഛാ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അച്ഛാ, ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. തുടർന്ന് അവളത് ഏറ്റെടുത്തു. അതായത് ഈ കുട്ടി M.Tech കഴിഞ്ഞിട്ടുള്ളതാണ്. അവൾ M.Tech ട്രിവാൻഡ്രം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് M.Tech ടോപ്പറായിട്ട് വർഷങ്ങൾക്ക് മുൻപ് പാസ്സായതാണ് അവൾ. വർഷങ്ങളാണ്. അതായത് കുഞ്ഞുനാൾ മുതൽ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിച്ചിരുന്ന മകൾ. പ്രൊഫസർ ദമ്പതികൾ, അവരുടെ 2 മക്കളിൽ മൂത്തവൾ വളരെ ക്രിസ്തീയമായ വിധത്തിൽ, അതായത് ഹൈസ്കൂളൊക്കെ തുടങ്ങി എല്ലാ വർഷവും തന്നെ താമസിച്ചിട്ടുള്ള ധ്യാനത്തിൽ, മാതാപിതാക്കളുടെ കൂടെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുക്കും എല്ലാ വർഷവും. അങ്ങനെ അതുപോലെ കൃപയിൽ വളർന്ന കൊച്ച്. ഇവള് പറയായിരുന്നേ, അച്ഛാ ഞാൻ ഡിഗ്രി പ്രായം തുടങ്ങി. കാരണം ഏതൊരു റിട്രീറ്റിൽ പോയപ്പോൾ അവിടെ സിസ്റ്റേഴ്സ് പറഞ്ഞു, മക്കളെ നിങ്ങളുടെ വിവാഹത്തിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 വർഷമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഒരു സിസ്റ്റേഴ്സ് അവരെ ധ്യാനിപ്പിച്ചപ്പോൾ അതിലൊരു സിസ്റ്റർ പറഞ്ഞതാണ്, കാരണം നിങ്ങൾ 25 വയസ്സിലാണ് നിങ്ങളുടെ വിവാഹം കഴിയുന്നതെങ്കിൽ, 25 കഴിയാൻ പാടില്ല, നേരത്തെ കഴിയണം. എങ്കിലും ഇനിയിപ്പോൾ 25 വരെ ആയി, 25 കഴിയുന്നത്, നിങ്ങൾ 75 വയസ്സ് വരെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ 50 വർഷം നിങ്ങൾ വിവാഹിതൻ്റെ കൂടെയാണ്, വേറെ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിനായിട്ട് നിങ്ങൾ നേരത്തെ കൂട്ടി ഏറ്റവും ചുരുങ്ങിയത് 5 വർഷമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങണമെന്ന് നമ്മളുടെ സിസ്റ്റർമാരൊക്കെ ഇവളോട് പറഞ്ഞതിൻ്റെ അന്ന് തുടങ്ങി ഇവളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. ഡിഗ്രി പഠിക്കുന്ന സമയം തുടങ്ങി. അങ്ങനെ M.Tech ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവളുടെ കല്യാണം. അപ്പോൾ വീട്ടുകാരൊക്കെ അന്വേഷിച്ചു, ആലോചനകളൊന്നും, ഇവൾ നല്ല സുന്ദരി കുട്ടിയാണ്. അപ്പോൾ കുറേ ആലോചനകളൊക്കെ വന്നു. അങ്ങനെ വീട്ടുകാരൊക്കെ അന്വേഷിച്ച് ഒരു വിവാഹം കഴിഞ്ഞു. അപ്പോൾ ഓസ്ട്രേലിയയിലാണ് പയ്യൻ. ഓസ്ട്രേലിയക്കാരനല്ല, ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ് ഈ പയ്യൻ. അത്യാവശ്യം തന്നെ നല്ല കുടുംബ മഹിമ, നല്ല വീട്, കാര്യങ്ങൾ, വീട്ടുകാർ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ മോൾക്ക് മനസ്സിലായി എന്ത്, പണി പാളി. കാരണം അതായത് മദ്യമല്ല, പക്ഷെ എന്തോ ഒരു സാധനവും വരുന്നവർ നോർമൽ അല്ല എന്ന് പുറത്ത് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഇവൾക്ക് ബെഡ്റൂമിൽ വരുമ്പോൾ ഇവൾക്ക് കാര്യം മനസ്സിലായി. ഈ കുട്ടിക്കാണെങ്കിൽ ഭയങ്കര വിഷമമായി. ഇവളുടെ അപ്പച്ചനാണെങ്കിൽ ബൈപ്പാസൊക്കെ കഴിഞ്ഞ് വലിയ ഒരു ടെൻഷനുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല, വീട്ടിൽ പറയാം. പിന്നെ അമ്മയാണ്, പിന്നെ അനിയത്തിയാണ്, ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥ. ഇവൾക്ക് ഭയങ്കര വേദനയായി. അങ്ങനെ അതൊന്നും പറയാതെ അങ്ങനെ വിവാഹം കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഇവൻ ഓസ്ട്രേലിയയിലേക്ക് പോയി. അതിൻ്റെ പുറകെ ഇവള് പോയി. സഹോദരങ്ങളെ, അവിടെ ചെന്നപ്പോൾ ഭയങ്കര വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പീഡനങ്ങളായി ഇവൻ്റെ ഭാഗത്ത് നിന്ന്. ഇവൾക്ക് 10 പൈസ കൊടുക്കില്ല എന്ന് മാത്രമല്ല, ഒരു കാര്യം ഇവൻ നടത്തി കൊടുക്കില്ല. ഇവള് പറഞ്ഞു, ചേട്ടാ എനിക്ക് വേറെ ഒന്നും വേണ്ട, ഞാൻ അറിയാത്ത ഒരു നാടാണിത്, എനിക്ക് പ്രഭാതത്തിലെ പരിശുദ്ധ കുർബാനയിലൊന്ന് പങ്കെടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം മാത്രം, അതിനുവേണ്ട വഴിയും അതിന് വേണ്ട കാര്യങ്ങളും ചേട്ടൻ എനിക്ക് അത് മാത്രം ഞാൻ ഈ വീട്ടിലെല്ലാ പണികളും എനിക്ക് ജോലിയൊന്നും വേണമെന്നില്ല, ജോലിക്ക് ചേട്ടൻ പോകണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോകണ്ട, അത്രയും വിധേയത്വമുള്ള നല്ലൊരു കുട്ടിയാണ്. ഇവൻ പറഞ്ഞു അതൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ പ്രിയ സഹോദരങ്ങൾ, ഇവൻ പള്ളി അതൊന്നും കാണിച്ചു കൊടുത്തില്ല. അങ്ങനെ അവസാനം ഇവൾ കുറേ സമയം ഇവൾ പറയായിരുന്നേ,
ഞാൻ കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു. ദിവികാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനൊന്നും സാധ്യതയില്ല. അവൾ റൂമിലിരുന്ന് ജപമാല ചൊല്ലി, അതുപോലെ തന്നെ വചനം വായിച്ച്. അപ്പോൾ അന്ന് ആ കൊച്ചു പറഞ്ഞ് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് കേട്ടോ. അതിലൊരു പ്രധാനപ്പെട്ട ശുശ്രൂഷയായിരുന്നു ശാലോമിൻ്റെ നൈറ്റ് വിജിൽ ശുശ്രൂഷകളെല്ലാം. അങ്ങനെ കിട്ടാവുന്ന സാധ്യതയുള്ള ശുശ്രൂഷകളെല്ലാം ഞാൻ അവിടെ ഇരുന്ന് കാണും. അങ്ങനെ ആയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ തന്നെ പറഞ്ഞു, ഇനി നീ പള്ളിയിലേക്ക്, ഞാൻ നിന്നെ പള്ളിയിൽ കൊണ്ടുവിടുന്നില്ല, നിനക്ക് വേണമെങ്കിൽ കണ്ടുപിടിച്ച് നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ സംഭവം ഇവൾ M.Tech ഒക്കെ കഴിഞ്ഞ കുട്ടിയാണെങ്കിലും ഇവൾക്ക് അങ്ങനത്തെ അവിടുത്തെ ഓസ്ട്രേലിയൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് വലിയ പിടുത്തമുണ്ടായിട്ടല്ല. സ്റ്റിൽ അവൾ അടുത്ത ഫ്ലാറ്റിലൊക്കെ പോയി. അപ്പോൾ അവിടുത്തെ നാട്ടുകാരാണ് അവരോട് ഇവളുടെ ഇംഗ്ലീഷൊക്കെ വെച്ച് ചോദിച്ചറിഞ്ഞ് ഇവൾ പറയായിരുന്നു ഒരു അരമണിക്കൂറിലധികം അവൾക്ക് നടക്കേണ്ടതുണ്ട് പള്ളിയിലേക്ക്, ഒരു കാത്തലിക് പള്ളിയിലേക്ക് അരമണിക്കൂറിലധികം നടക്കേണ്ടതുണ്ട്. എങ്കിലും അവൾ കഷ്ടപ്പെട്ട് അവൾ പള്ളി കണ്ടുവച്ചു. അങ്ങനെ ആദ്യത്തെ ദിവസം പള്ളിയിൽ പോയി. അപ്പോൾ പള്ളിയിൽ പോയി കുർബാനയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് അവിടെ പോയിട്ട് കുർബാനയ്ക്കൊന്നും ഇവൻ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ 3-4 മാസം കഴിഞ്ഞിട്ടാണ് അവൾ ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് പോയതിന് ശേഷം ആദ്യമായിട്ടാണ് പള്ളി കാണുന്നത്. അവൾ കുറേ സമയം മുട്ടുമ്പോൾ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ നോക്കുമ്പോൾ അവിടെ സാധാരണ രീതിയിൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ പോലെയല്ല. പള്ളികളിൽ പള്ളിമേട തൊട്ടടുത്തൊന്നായിരിക്കില്ല. ചിലപ്പോൾ വീടുകളൊക്കെ ചിലപ്പോൾ വേറെ സ്ഥലത്തായിരിക്കും. ഓഫീസ് ടൈമിൽ ചിലപ്പോൾ അച്ഛന്മാരുണ്ടാവുള്ളൂ. അപ്പോൾ അവൾ ഇങ്ങനെ നടന്നപ്പോൾ ഓഫീസ് സെക്രട്ടറി എന്ന് പറഞ്ഞ് ഒരു ചേച്ചിയാണ് അവിടെയുണ്ട്. അപ്പോൾ ഇവൾ ചോദിച്ചു, അച്ഛൻ ഇവിടെയുണ്ടോ? എനിക്കൊന്ന് കുമ്പസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അച്ഛൻ ഇവിടെ ഇല്ല, വേറെ സ്ഥലത്താണ് താമസിക്കണത്. നിങ്ങൾ നാളെ ഇന്ന ടൈമിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുമ്പസാരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. അങ്ങനെ ഇവൾ വീണ്ടും കുറേ നേരം പ്രാർത്ഥിച്ച് അവൾ വീട്ടിലേക്ക് വന്നു. പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഭർത്താവിന് വേണ്ട ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി ഇവൾ വേഗം പള്ളിയിലേക്ക് നടന്ന് 7:30 മറ്റോ കുർബാനയുണ്ട്. അപ്പോൾ വേഗം ഇവളുടെ ഈ ദേവാലയത്തിലേക്ക് ഓടി വരികയാണ്. അങ്ങനെ വേഗം വന്ന് ഇവളപ്പോൾ കുമ്പസാരിക്കാൻ വലിയ ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഇവൾ വരുന്നത്. കാരണം വിശുദ്ധ കുമ്പസാരത്തിലൂടെ പല കെട്ടുകളും അഴിയുന്ന ഈ കുട്ടിക്ക് ഇവൾക്ക് നല്ല ബോധ്യമുള്ളതാണ്. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, ഇവൾ വേഗം കുമ്പസാരിക്കാനായിട്ട് അച്ഛൻ്റെ അടുക്കിലേക്ക് വന്നു. പള്ളിയിൽ കയറി വേഗം പ്രാർത്ഥിച്ച് കുമ്പസാരിക്കാനായിട്ട് സമയം കൊടുത്ത സമയത്ത് കുമ്പസാരിക്കാനായിട്ട് ഇവൾ മുട്ടുകുത്തി. ഇവളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഇവളുടെ ഭാഗത്ത് നിന്ന് പോകുന്ന വീഴ്ചകളെല്ലാം നല്ലൊരു കൺഫെഷൻ നടത്തി ഈശോയെ സ്വീകരിച്ച് പ്രാർത്ഥിച്ചു. തുടർന്ന് പറയാണ്, എല്ലാ ദിവസവും തന്നെ അതിനുശേഷം ഇവൾക്ക് കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് അതായത് ഈ അനുവാദമൊക്കെ നൽകുമ്പോഴും സഹോദരങ്ങളെ, ഒരു മനുഷ്യപ്പറ്റോട് കൂടിയിട്ടല്ല ജീവിത പങ്കാളി സംസാരിക്കുന്നത് കേട്ടോ. ഭയങ്കരമായ കാർക്കശ്യത്തോടെയും ഒരു സ്നേഹവും ഇല്ലാതെയാണ് ഇവൾക്ക് വീട്ടിൽ പറയാൻ പറ്റൂ? വീട്ടിൽ പറയാൻ പറ്റില്ല. വീട്ടിലിതൊന്നും പറയാൻ പറ്റില്ല. വേറെ ആരോടും ഇവൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവൾക്കൊരു കാര്യമുണ്ട്. എൻ്റെ കർത്താവാണ് എനിക്ക് ഈ ജീവിത പങ്കാളിയെ നൽകിയത്. എൻ്റെ കർത്താവാണ് എനിക്ക് ഈ ജീവിത പങ്കാളിയെ നൽകിയത്. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, ഇവൾ ശരിക്കും ശക്തമായിട്ടുള്ള പ്രയറും കാര്യങ്ങളൊക്കെ അതിനുശേഷം ഡെയിലി പരിശുദ്ധ കുർബാനയ്ക്ക് വരുന്നു. ഇവൾ നിരാശപ്പെടാതെ പറയണ ചില സമയങ്ങളിലൊക്കെ എനിക്ക് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ശരിക്ക് ആകെ ഇതൊന്നും വേണ്ടായിരുന്നു, ഇതെല്ലാം ഉപേക്ഷിച്ച് പോവാം, നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്നൊക്കെ ചില സമയത്ത് ഒരു തോന്നലൊക്കെ വന്നിരുന്നുവെങ്കിലും അച്ഛാ, ഓരോ പരിശുദ്ധ കുർബാനയിൽ ഞാൻ കണ്ണുനീരോടെ ഈശോയെ നീ എന്നെ കൈവെടിയരുത്, ഈ കുടുംബത്തിന് ഞാൻ ആവശ്യമുണ്ട്, ഈ കുടുംബത്തിന് എന്നെ ആവശ്യമുണ്ട്, എൻ്റെ ഈ പ്രതികൂലത്തിൽ യേശുവേ നിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ട കൃപ എനിക്ക് നൽകണമേ. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, ഇവള് അതിശക്തമായ വിധത്തിൽ ഓരോ ദിവസവും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം പ്രിയ അപ്പോൾ 3-4 റൂമുകളൊക്കെയുള്ള ഫ്ലാറ്റാണ്. ഇവളൊരു റൂമിൽ കിടക്കും, അവൻ്റെ റൂമിൽ കിടക്കാൻ ഇവൻ അനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവളുടെ റൂമിൽ ഇവൾ കിടക്കുകയാണ്. അങ്ങനെ ഒരു രാത്രി ഒരു 1 മണി 2 മണിക്ക് കഴിഞ്ഞപ്പോൾ ഇവൾ നോക്കുമ്പോൾ ബ്ലാങ്കറ്റൊക്കെ ഇട്ട് പുതച്ച് മൂടിയിട്ടാണ് കിടക്കണത്. ഇവളുടെ കാൽപാദത്തിൻ്റെ അവിടെ വെള്ളം വീഴുന്നു. എന്തു പറ്റി? പെട്ടെന്ന് അവൾ ബ്ലാങ്കറ്റൊക്കെ എടുത്ത് മാറ്റി നോക്കിയപ്പോൾ നമ്മുടെ ഇവളുടെ ജീവിത പങ്കാളി ഭർത്താവ് ഇവളുടെ കാലുമ്മ കെട്ടിപ്പിടിച്ചേക്കാണ്. ഇവള് പറഞ്ഞു, ചേട്ടൻ എന്താ ചെയ്യണേ? അപ്പോൾ അവൻ പറയാണ്, എടി സോറി, ഞാൻ നിന്നെ കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങി നിന്നെ പീഡിപ്പിച്ചു തുടങ്ങിയതാണ്.
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് 2.5 വർഷം കഴിഞ്ഞിട്ട്, ഇതിൻ്റെ ഇടയ്ക്ക് 2.5 വർഷം കഴിഞ്ഞു. അതുപോലെ ഈ കുട്ടീനെ ശരിക്കും അതുപോലെ നൊമ്പരപ്പെടുത്തിയിട്ട് ഈ മകൻ പറയാണ്, എനിക്കറിയില്ല, എനിക്ക് പലതവണ നിന്നോട് ഇത് സോറി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഒരു വ്യർത്ഥാഭിമാനം, ദുരാഭിമാനം അതിനെ അനുവദിക്കും. നീ എന്നോട് മാപ്പ് നൽകണം. വേറെ ഏത് പെണ്ണായിരുന്നെങ്കിലും ഇവിടുന്ന് എന്നെ പണ്ടേ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാകും. നീ എനിക്ക് മാപ്പ് നൽകണം എന്ന് പറഞ്ഞ് ഇവളുടെ കാലുമ്മ കെട്ടിപ്പിടിച്ച് ഈ മകൻ കരയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അതായത് സഹോദരങ്ങളെ, നമ്മുടെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതുപോലെ തന്നെ പല വിധത്തിലുള്ള കൊടുങ്കാറ്റുകളും തിരമാലകളും ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് അടിച്ചു കയറുമ്പോഴും നമ്മുടെ കർത്താവ് നമ്മെ തള്ളിക്കളയുകയില്ല. നമ്മുടെ കർത്താവ് നമ്മെ നാശത്തിന് വിട്ടുകൊടുക്കുകയില്ല. ഞാനപ്പോൾ അവളോട് ചോദിച്ചേ, അല്ല നീ എന്തൊക്കെ ചെയ്തു? ഇതുപോലൊരു പ്രതികൂലത്തിൽ നിന്ന് നിന്നെ തന്നെ ഏതാണ്ട് 2.5 വർഷക്കാലം, പ്രിയ സഹോദരങ്ങളെ, വീട്ടിൽ ആരോടും പറയാതെ അങ്ങനെ 2.5 വർഷമൊക്കെ ആകുമ്പോഴേക്കും വീട്ടുകാരൊക്കെ അറിഞ്ഞു തുടങ്ങി. അപ്പോൾ അറിഞ്ഞു തുടങ്ങിയപ്പോൾ വീട്ടുകാർ പലരും പറഞ്ഞു, എടീ മോളെ, നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ ബന്ധം, ഇത് ഉപേക്ഷിച്ചോ, നമുക്ക് വേറൊരു വിവാഹത്തിന് ഞങ്ങൾ ഒരുക്കിക്കോളാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാർ പോലും ഇവളോട് പറഞ്ഞു, മോളെ ഇത് ഉപേക്ഷിച്ചോളാനായിട്ട്. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, ഇവൾ അതിനൊരുക്കമായിരുന്നില്ല. ഞാനപ്പോൾ അവളോട് ചോദിച്ചെടി, ഇത് എളുപ്പമല്ല, ഇങ്ങനത്തെ ഒരു അഭിഷേകം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല, നീ എന്തൊക്കെ ചെയ്തു? അപ്പോൾ അവൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ അച്ഛൻ എന്നെ ബലപ്പെടുത്തിയിട്ടുള്ളത് പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയാണ്, കൂടെയുള്ള കുമ്പസാരമാണ്, ദൈവവചനമാണ്, വിശുദ്ധ ജപമാലയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതൊക്കെ അവൾ ചെറുപ്പം മുതൽ ചെയ്യാറുള്ളതായിരുന്നു. അവൾക്ക് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കൂടി പറഞ്ഞു. അത് അച്ഛാ, ഞാനൊരു കാര്യം, അത് ശരിക്ക് ഓസ്ട്രേലിയയിൽ ഈ ഒരു പ്രതിസന്ധി വന്നപ്പോഴാണ് അവൾ പറയായിരുന്നു, അച്ഛാ ഞാൻ നോമ്പ് ഉപവാസം, അവൾ പറയായിരുന്നേ, ഞങ്ങൾ വീട്ടിലൊക്കെ ഇച്ചിരി മീൻചാറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലാണ് എനിക്ക് ശരിക്കും ചോറുണ്ണാനൊക്കെ ഒരു ഉഷാറുണ്ടാവുക. എന്നാൽ ഇവൾ പറയായിരുന്നേ, ഞങ്ങൾക്ക് അങ്ങനെ നോമ്പിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ മുഴുവൻ വലിയ ഇഷ്ടമൊന്നുമില്ല അച്ഛാ. പക്ഷേ ഈ ഒരു കാലയളവിൽ അവൾ പറയായിരുന്നേ, ശക്തമായ വിധത്തിൽ നോമ്പ് ഉപവാസം. ഈ വിവാഹത്തിന് ശേഷം ഓസ്ട്രേലിയയിൽ വന്ന് കയ്യിൽ നിന്ന് പാളിന്ന് കണ്ട സമയം തുടങ്ങി അവൾ പറയായിരുന്നു, എൻ്റെ ഉള്ളിലെ അതിശക്തമായിട്ടുള്ളൊരു തോന്നലായിരുന്നു, അത് നോമ്പെടുത്ത് പ്രാർത്ഥിക്കണം, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം എന്നുള്ള ശക്തമായ ഒരു തോന്നൽ ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് അവൾ പറയുകയുണ്ടായി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ മഹത്വം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിലെ ഒരു ട്രെൻഡല്ലേ സഹോദരങ്ങൾ? അതായത് അച്ഛാ, എന്നോട് തന്നെ പ്രത്യേകിച്ച് യൂത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ശുശ്രൂഷകൾക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോഴെങ്കിലും അവർ പറയാറുള്ളൊരു കമൻ്റാണ്, അച്ഛാ ഈ ഭക്ഷണത്തിലൊക്കെ എന്ത് കാര്യം അച്ഛാ, മനസ്സിലല്ലേ കാര്യം. അവർ പറയുന്നതാണ്, ഇത് ഭക്ഷണത്തിലൊന്നും ഒരു കാര്യമില്ല അച്ഛാ, മനസ്സാണ് കാര്യം. സഹോദരങ്ങളെ, ശരിക്കും ദൈവവചനം ഭക്ഷണത്തിൽ ഒരു കാര്യമില്ല എന്നാണോ ദൈവവചനം അങ്ങനെയാണോ പറയുന്നത്? നമ്മുടെ പൂർവികർ അങ്ങനെയാണോ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്? ഹല്ലേലൂയ. വലതുകർ ഉയർത്തി പറയാവോ ഹല്ലേലൂയ? വലതുകർ വീശി പറയാവോ ഹല്ലേലൂയ? നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് പറയാവോ ഹല്ലേലൂയ? നല്ല ഉണർവോടെ. അച്ഛാ, അച്ഛനിങ്ങനെ പറഞ്ഞ് ഞങ്ങൾ മടുത്തുടങ്ങി എന്നുള്ള തോന്നൽ ഉണ്ടാവരുത്. കാരണം
വചനത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവചനാതീതമാണ്. ഞാനിപ്പോൾ കാണുന്നത് ഇവിടെ ഹാളിലിരിക്കുന്നവർ, അതുപോലെ ഓൺലൈനിൽ ഇപ്പോൾ ആയിരിക്കുന്നവരൊക്കെ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. എന്താ കാണുന്നത്? കർത്താവ് വരും നാളുകളിൽ ദൈവം ഇന്ന് നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച യാചനകളുടെ മേൽ കർത്താവ് തൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കുന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അച്ഛനിപ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുന്നവർ മാത്രം നന്നായിട്ടൊന്ന് ക്ലാപ്പ് ചെയ്യാവോ? അപ്പോൾ സഹോദരങ്ങളെ, ശരിക്കും ദൈവവചനത്തിൽ, അതായത് നോമ്പെടുക്കണം, ഉപവാസം എടുക്കണം, ഇത് ചുമ്മാ പറയുന്നതല്ല സഹോദരങ്ങളെ. കാരണം ഇതുപോലെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മളുടെ കുടുംബങ്ങളിൽ, അതായത് ഇനി വരാൻ പോകുന്ന തലമുറ എന്നുള്ളത്, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ, ദാമ്പത്യം പോട്ടെ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ തന്നെ സഹോദരങ്ങളെ, അവിടെ നമ്മളെ വെക്കേഷൻ കാലഘട്ടത്തിലൊക്കെ കുട്ടികൾക്ക് ധ്യാനം തുടങ്ങി. എനിക്ക് ആദ്യം വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കുട്ടികളുടെ ധ്യാനം വെക്കാനായിട്ട്. കാരണം ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ വലിയ വിഷയമായിരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എന്നോട് അവിടുത്തെ ശുശ്രൂഷകരും അവിടുത്തെ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു, അച്ഛൻ കുട്ടികളെ ധ്യാനം വെക്കാച്ചാ. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, കുട്ടികളെ ധ്യാനം വെച്ചപ്പോഴാണ് ദൈവമേ ഇത് പണ്ടേ തുടങ്ങേണ്ടതായിരുന്നു എന്ന ചിന്ത. പണ്ടേ തുടങ്ങേണ്ടതായിരുന്നു. കാരണം അതുപോലെ കുട്ടികളെ, യുവതിയുവാക്കളെ നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇവരെ തിരിച്ചു പിടിക്കാനായിട്ടുള്ള നമ്മുടെ ഈ മകൾ, അതായത് ജീവിതം ഒരു വേളയിൽ കൈവിട്ട് പോയെന്ന് തോന്നിയപ്പോൾ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ, ആ മകളുടെ ഉള്ളിൽ ശക്തമായിട്ട് തോന്നി, എനിക്ക് ബലിയർപ്പണം, ശുശ്രൂഷകളും പ്രാർത്ഥനകളും അതെല്ലാം ശരിക്ക് നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും അതിൻ്റെ ഒരു കൂട്ടായ്മയിൽ ഞാൻ എൻ്റെ ഭക്തകൃത്യങ്ങളെ ശക്തമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അത് അനുഗ്രഹമായതുപോലെ ഇനിയുള്ള പ്രത്യേകിച്ച് പ്രളയത്തിനും വളരെ പ്രത്യേകമായി കോവിഡാനന്തര കാലഘട്ടമാണത്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രിയ സഹോദരങ്ങളെ, ശരിക്ക് നമ്മുടെ പിള്ളേരൊക്കെ ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്, ഇതിലൊന്നും വലിയ കാര്യമില്ല അമ്മ, ഈ നോമ്പ് ഉപവാസമൊന്നും അതിനനുസരിച്ച് നമ്മൾ തുള്ളാൻ പാടില്ല. അല്ലടാ, നോമ്പെടുക്കണം. പ്രത്യേകിച്ച് വരുന്നത് ഇനി ഡിസംബർ മാസത്തിലേക്കൊക്കെ നമ്മൾ പോവല്ലേ. 25 നോമ്പ്, 50 നോമ്പ്, 15 നോമ്പ്, 8 നോമ്പ്, 3 നോമ്പ്, പിന്നെ എല്ലാ വെള്ളിയാഴ്ചകളും ശരിക്കും നോമ്പെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, അതായത് അത് നോമ്പിലൊന്നുമല്ല കാര്യം, ഭക്ഷണത്തിലൊന്നുമല്ല കാര്യം എന്നുണ്ടെങ്കിൽ അത് പ്രിയ സഹോദരങ്ങൾ, അത് ദൈവവചന വിരുദ്ധമാണത്. അത് നമ്മൾ കാണുന്നത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 10-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ തിരുവചനം. അവിടെ ദാനിയേലിന് ഒരു പ്രത്യേക ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ദാനിയേൽ പ്രവാചകൻ 21 ദിവസം 3 ആഴ്ച അദ്ദേഹം നോമ്പെടുക്കുന്നതിനെ കുറിച്ചിട്ട് പ്രിയ സഹോദരങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അത് ദാനിയേൽ, നമുക്കതൊന്ന് വായിക്കാം. ദാനിയേലിൻ്റെ പുസ്തകത്തിലെ 10-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: ആ 3 ആഴ്ച കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം തൊടുകയോ ചെയ്തില്ല. അതായത് 21 ദിവസക്കാലം അതിശക്തമായ വിധത്തിൽ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ദിനങ്ങളായിരുന്നു. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, ദാനിയേലിൻ്റെ ജീവിതത്തിൽ അപ്പോൾ എന്തുണ്ടായി? അതായത് നോമ്പെടുത്ത് ഉപവാസം എടുത്തപ്പോൾ എന്തുണ്ടായി സഹോദരങ്ങളെ? തുടർന്ന് 11-ാമത്തെ വാക്യത്തിൽ, ദാനിയേലിൻ്റെ പ്രവചനത്തിൽ 10:11 അവിടെ കർത്താവിൻ്റെ ദൂതൻ ദാനിയേലിനെ അഡ്രസ്സ് ചെയ്ത് പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിനെ ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ. നോക്കൂ സഹോദരങ്ങളെ, അതായത് കർത്താവിന് ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ. പ്രിയ സഹോദരങ്ങളെ, നോമ്പെടുക്കുന്ന കുടുംബം, ഉപവാസം എടുക്കുന്ന കുടുംബം, അത് ദൈവത്തിന് പ്രിയങ്കരമായ കുടുംബങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനൊരു തെറ്റായ ബോധ്യം നമ്മിൽ വരാൻ പാടില്ല. അച്ഛാ, ഈ ഭക്ഷണത്തിൽ ഇതിലൊന്നൊരു കാര്യമില്ല എന്ന് പറയാൻ പാടില്ല. കാരണം നോമ്പെടുത്ത് പ്രാർത്ഥിച്ച ദാനിയേലിനെ കുറിച്ച് കർത്താവിൻ്റെ ദൂതൻ ദൈവത്തിന് പ്രിയങ്കരനായ ദാനിയേലേ എന്ന് പറഞ്ഞുവെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഈ 21-ാം നൂറ്റാണ്ടിലും നോമ്പെടുക്കുന്ന കുടുംബങ്ങൾ, ഉപവാസം എടുക്കുന്ന കുടുംബങ്ങൾ
അത് കർത്താവിന് പ്രിയങ്കരങ്ങളായ കുടുംബങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരത്തിൽ പറയട്ടെ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറയട്ടെ ഹല്ലേലൂയ. ഉണർവോടെ പറയട്ടെ ഹല്ലേലൂയ. സഹോദരങ്ങളെ, അങ്ങനെ നോമ്പെടുത്ത് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ, ആ മക്കളിലാണ് പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ പ്രചോദനങ്ങൾ അവർക്ക് സ്വീകരിക്കാൻ പറ്റുക. സൂസന്ന എന്ന ആ മകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി നമ്മൾ കാണുന്നുണ്ട് 13-ാമത്തെ അധ്യായത്തിൽ, ദാനിയേലിൻ്റെ പുസ്തകത്തിലെ 13-ാമത്തെ അധ്യായത്തിൽ. അവിടെ ദാനിയേൽ എന്ന ബാലനെ കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. അത് 45-ാമത്തെ തിരുവചനം എങ്ങനെയാണ്? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിലെ 45-ാമത്തെ തിരുവചനം. അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്ന പേരുള്ള ഒരു ബാലൻ്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. അപ്പോൾ കർത്താവിനെ നമ്മളുടെ മക്കളുടെ ജീവിതങ്ങളെ ഉണർത്തണമെങ്കിൽ അവരെ വചനവിരുദ്ധമായിട്ടല്ല നാം വളർത്തേണ്ടത്. അവരെ കുഞ്ഞുനാൾ തുടങ്ങി അവർക്ക് നോമ്പെടുക്കാനും ഉപവാസം എടുക്കുവാനും ഇച്ചിരിയൊക്കെ പരിത്യാഗങ്ങളെടുത്ത് പ്രാർത്ഥിക്കുവാനും പ്രിയ സഹോദരങ്ങളെ നാം പരിശീലിപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിപ്പോഴും ചിന്തിക്കും, എനിക്കൊരു അത്ഭുതം പോലെയാണ് സഹോദരങ്ങളെ. നമ്മൾ കേട്ടില്ലേ, നേരത്തെ കേട്ടില്ലേ, ആ സഹോദരിയുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പക്ഷെ നമ്മുടെയൊക്കെ മക്കളായിരുന്നുവെങ്കിൽ എത്ര പണ്ടേ ആ ചെക്കൻ അവനെ ഉപേക്ഷിച്ചിട്ട് നാട്ടിൽ വന്നിട്ടുണ്ടായിരിക്കും. വേറെ 1-2 കല്യാണം വേറെ കഴിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ശരിയായ പരിശീലനം കിട്ടിയ കുട്ടി കുദാശകൾ സ്വീകരിച്ച് സഭയുടെ ചില പരിപാവനമായ പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ച് സഹോദരങ്ങളെ ആ പ്രതിസന്ധിയെ അതിജീവിച്ചു. ജീവിതത്തിലേക്ക് കടന്നു വന്ന കാറ്റിനെയും കോളിനെയും അതിൻ്റെ മുൻപിലെ വിറച്ചു നിന്നില്ല. തീർച്ചയായിട്ടും ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് ദൈവമേ എന്തു പറ്റി, പക്ഷേ പ്രിയ സഹോദരങ്ങൾ അവൾ പതറിയില്ല. അതാണ് പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി കരുതുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം നോക്കിയ സഹോദരങ്ങൾ, ഇതുപോലെ ഒന്നിനെ പുറകെ അച്ഛാ ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ കൊടുങ്കാറ്റും തിരമാലകളും ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിൽ കാണുന്ന സകല മക്കളും യാചന രൂപത്തിൽ നിന്ന് കരങ്ങൾ പിടിക്കാവോ? യാചന രൂപത്തിൽ നിന്ന് കരങ്ങൾ പിടിച്ച് ഒന്ന് സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിച്ച് നമ്മുടെ പ്രതികൂലങ്ങളിലേക്ക് കർത്താവിനൊന്ന് ക്ഷണിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ദേവാലയത്തിൽ ഞാനവിടെ വികാരിയായിരുന്നു. അപ്പോൾ എന്നോട് ഞാനിപ്പോഴും ഓർക്കുന്നൊരു സംഭവമാണ് വീട് സന്ദർശനം. അപ്പോൾ വീട് സന്ദർശനത്തിന് പോകുമ്പോൾ സാധാരണ രീതിയിൽ അച്ഛൻ ചോദിക്കും, നിങ്ങൾക്ക് ഇന്ന് എന്താ ഭക്ഷണം എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ അന്നൊരു 25 നോമ്പിൻ്റെ സമയത്താണ് സന്ദർശനം നടത്തുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മീൻ വറുത്തതിൻ്റെയൊക്കെ സ്മെല്ല് ഇച്ചിരി, അച്ഛൻ്റെ മൂക്കൊക്കെ ഇച്ചിരി ഷാർപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തൊക്കെ വർക്ക് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതെന്താ മീനൊക്കെയാണല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, കുടുംബനാഥയോട് ചോദിച്ചിടി, ഇതെന്താ നോമ്പല്ലേ? അല്ല അച്ഛാ, ചേട്ടനെ ഇച്ചിരി ഗ്യാസിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ കുട്ടികളുടെ കാര്യം, കുട്ടികൾ പഠിക്കില്ല അച്ഛാ, കാൽസ്യം. അപ്പോൾ കുട്ടികൾക്ക് കാൽസ്യവും വലിയവർക്ക് ഗ്യാസും. എൻ്റെ സഹോദരങ്ങൾ, അവിടെ ഞാൻ കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ പോരേണ്ട സമയമായപ്പോൾ അവർ വീണ്ടും കുടുംബസമേതം തന്നെ കാണാൻ വന്നു. അപ്പോൾ കുടുംബസമേതം കാണാൻ വന്നപ്പോൾ ഒരു പ്രധാന നിയോഗം അവരുടെ എന്തായിരുന്നെങ്കിൽ, ആ കുടുംബനാഥയുടെ കാലിൻ്റെ അടിഭാഗം അപ്പോൾ ശരിക്കും ആകെ വിണ്ടു പൊട്ടി ഈ ചലക്ക് ഒലിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ പറഞ്ഞു, എന്താണ് കുറേ നാളായി, ഇപ്പോൾ ഒരു 5-6 മാസത്തിലധികമായി
ശരീരം കംപ്ലീറ്റ് വിണ്ടുപൊട്ടുകയാണ്. പ്രത്യേകിച്ച് കാലിൻ്റെയൊക്കെ ഭാഗം ഇംഗ്ലീഷ് മരുന്ന് ചെയ്തു, ഹോമിയോ ചെയ്തു, അതൊന്നും കാര്യമില്ല. അവസാനം ഇപ്പോൾ മലയാള മരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പഥ്യത്തിലാണ്. 6 മാസമായിട്ടിപ്പോൾ ഇറച്ചി, മീൻ, മുട്ട, പാല് ഇതൊന്നുമില്ല. എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു ഏത് ഗ്യാസിൻ്റെ കാര്യവും കാൽസ്യത്തിൻ്റെ കാര്യവും പിന്നെ അങ്ങനെ വേറെ ഒന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ സാധാരണ രീതിയിൽ നല്ല തീക്ഷ്ണതയുള്ള വിശ്വാസികളാണെന്ന് കാണുന്നതെന്ന് അച്ഛനറിയാം. എങ്കിലും ഈ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഇനി ഏതെങ്കിലുമൊക്കെ ഒരു പ്രലോഭനം നമ്മളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കർശനമായിട്ട് സഹോദരങ്ങളെ നമ്മൾ നോമ്പും ഉപവാസവും കൃത്യമായ വിധത്തിൽ നമ്മൾ പാലിക്കുന്നവരാകാനായിട്ട് ഈ ഒരു മാസത്തിൽ നമ്മൾ തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. നമ്മളങ്ങനെ ഈ ഒരു മാസത്തിൽ തീരുമാനമെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് പൂർവീകർക്കും നമുക്ക് മാത്രമല്ല മരണം വഴി വേർപ്പെട്ട നമ്മുടെ പൂർവീകർക്കും അതൊരു അനുഗ്രഹമായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വലതുകരം ഉയർത്തി പരിശുദ്ധ അമ്മേ അതിനായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞാലോ? പരിശുദ്ധ അമ്മേ അതിനായി ഞങ്ങളെ സഹായിക്കണമേ. ഏതിനായി ഞങ്ങളെ സഹായിക്കണമേ? ഏതിനായിട്ട്? ഈ നോമ്പ് ഉപവാസമൊക്കെ കുറ്റമറ്റ വിധം, യാന്ത്രികമായിട്ടല്ല, കുറ്റമറ്റ വിധം എടുക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നോമ്പെടുക്കുന്ന കുടുംബം, ഉപവാസം എടുക്കുന്ന കുടുംബം അത് ദൈവത്തിന് പ്രിയങ്കരമായ കുടുംബമാണ്. ആ കുടുംബത്തിലെ അംഗങ്ങളെ ദാനിയേലിനെ, സൂസന്നെ രക്ഷപ്പെടുത്താനായിട്ട് ദാനിയേലിനെ ഉപയോഗിച്ചതുപോലെ അങ്ങനെയുള്ള കുടുംബങ്ങളിലെ മക്കളെ ദൈവം വളർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും ചില തീരുമാനങ്ങളെടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് നേരത്തെ നമ്മുടെ ജോസേട്ടൻ്റെ അനുഭവം നിങ്ങൾ കേട്ടതല്ലേ? ശരിക്കും ജോസേട്ടനെ കർത്താവ് അങ്ങോട്ട് സ്പർശിച്ചു. കർത്താവിൻ്റെ ആ ഒരു പ്രചോദനം കേട്ടു. നോക്കൂ, മക്കളുടെ ജീവിതത്തിൽ തുടർന്ന് മക്കളെ കർത്താവ് പടിപടിയായിട്ട് അനുഗ്രഹിക്കുന്നത് കൊണ്ടോ ഇതുപോലെ ഒരു പക്ഷേ എൻ്റെ കുടുംബം വേണ്ട വിധത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നില്ല എന്നുള്ള തോന്നലുകളൊക്കെ നമുക്കുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, ശരിക്കും ഇന്ന് പ്രത്യേകിച്ച് ഇത് ഡിസംബറിനൊക്കെ ഒരുക്കമായിട്ടുള്ളത് കൊണ്ട് ഈ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയൊക്കെ കാര്യം അച്ഛൻ ഈ ഇടവക പട്ടക്കാരനായതുകൊണ്ടും ധ്യാന ശുശ്രൂഷകളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ഈ ഒരു മേഖലയിൽ പ്രിയ സഹോദരങ്ങളെ ഭയങ്കരമായിട്ടുള്ള ഒരു താല്പര്യക്കുറവ് ഈ അടുത്ത കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. എനിക്ക് പണ്ടൊക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ല. അതായത് ശനിയാഴ്ച ഒത്തുകല്യാണം ഉണ്ടെങ്കിലും വെള്ളിയാഴ്ച രാത്രി മത്സ്യമാംസം കൊടുത്ത് ഒരു ഫുഡിങ് പരിപാടികൾ, ഇന്ന് അതേ കാണാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അത് ശക്തമായിട്ട് നോമ്പ് ഉപവാസത്തിൻ്റെ കാര്യം അതിശക്തമായ വിധത്തിൽ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ദൈവം അത്ഭുതകരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിടുവിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, നോമ്പെടുക്കുന്ന അതോടുകൂടി നമ്മളുടെ വചന ശുശ്രൂഷ ഇതിൻ്റെ രണ്ടാമത്തെ ഒന്ന്, ദൈവത്തിന് പ്രീതികരമായ കുടുംബങ്ങളായിട്ട് തീരുന്നു നോമ്പെടുക്കുന്ന കുടുംബം, ഉപവാസം എടുക്കുന്ന കുടുംബം. ഇനി അതിൻ്റെ രണ്ടാമത്തെ കാര്യമാണ് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും നോമ്പ് ഉപവാസം എടുക്കുന്നത് സഭ ചുമ്മാ പറയണതല്ല സഹോദരങ്ങൾ. അതായത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭ ചില കാര്യങ്ങൾ പറയുന്നത് ചുമ്മാ പറയണതല്ല. അത് രണ്ടാമത്തെ ഒരു പ്രധാനം. ഒന്ന്, നമ്മുടെ കുടുംബങ്ങൾ ദൈവത്തിന് പ്രിയങ്കരമാകുന്നു. 2, നമ്മളുടെ കുടുംബങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള ചില ശാപത്തിൻ്റെ കെട്ടുകൾ, ചില അനർത്ഥങ്ങളുടെ കെട്ടുകൾ പ്രിയ സഹോദരങ്ങളെ നോമ്പും ഉപവാസവും പരിഹാരവും എടുത്തു കഴിഞ്ഞാൽ അത് മാറിപ്പോകും. അത് നമ്മൾ കാണുന്നത് ഇത് യോന പ്രവാചകൻ്റെ പുസ്തകം എടുത്താൽ മതിയില്ലേ? യോന പ്രവാചകൻ പറഞ്ഞു, നിനവയിൽ പോയിട്ട് പറഞ്ഞു, നോക്കിയേ, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് യോനായുടെ പ്രവചനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 4 മുതലുള്ള തിരുവചനം. അനന്തരം യോന വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും. നിനവേയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിനവേ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത് ചാരത്തിൽ
ഇരുന്നു. എന്നിട്ട് പറയാണ്, ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അതായത് രാജാവ് ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ കഴിഞ്ഞ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾക്ക് പരിഹാരം ചെയ്ത് നോമ്പെടുത്ത് ഉപവാസം പ്രഖ്യാപിച്ച് പരിത്യാഗം ആരംഭിച്ചപ്പോൾ സഹോദരങ്ങളെ, അവിടെ നിശ്ചയമായിട്ടും ഒരു ദൈവക്രോധം അവിടെ കടന്നു വരേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ശാപങ്ങളും ദുരന്തങ്ങളും മാറാനായിട്ടുള്ള ഒരു അത്ഭുത ശക്തി നോമ്പിനുണ്ട്, ഉപവാസത്തിനുണ്ട്, പരിഹാര ശുശ്രൂഷകൾക്കുണ്ട്. ഇത് കൃത്യമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ പറയാനായിട്ടുള്ള കാരണം സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് നമുക്ക് പൊതുവേ ഒരു താല്പര്യക്കുറവ് ഇവിടെയുള്ളവർക്കല്ല, അങ്ങ് അകല തൃശ്ശനാപ്പിള്ളിയുള്ളവരുടെ കാര്യമാണ്. അപ്പോൾ നമുക്ക് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ തുടർന്ന് നമ്മുടെ അടുത്ത ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് ഒന്ന് നിവർന്നിരിക്കാവോ? ഇപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങൾ വീട്ടിലാണെങ്കിൽ വീട്ടിൽ നല്ല നിവർന്നിരിക്കുക. കറിക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ എവിടെയാണെങ്കിലും അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക, കരങ്ങൾ കൂപ്പുക. കർത്താവേ, ഞങ്ങൾ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ വചനത്തിൻ്റെ പ്രവചനാതീതത്തെക്കുറിച്ചാണ്, വചനത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചാണ്, എത്രമാത്രം പ്രതികൂലങ്ങൾ ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോഴും ദൈവവചനത്തിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ തിന്മ ഒരു ഭാഗത്ത് പ്രബലപ്പെടുമ്പോൾ നോമ്പെടുത്തും ഉപവാസമെടുത്തും പരിത്യാഗങ്ങൾ ഏറ്റെടുത്തും പ്രതികൂലങ്ങൾ അതിജീവിക്കുവാൻ വേണ്ട ദൈവകൃപയ്ക്കായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. നമുക്കിരു കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, 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 സ്തുതി. ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇനി മുന്നോട്ടു ഞാൻ യേശുവിൻ പാതയിൽ മുന്നേറിടാം. യേശുവിൻ സാക്ഷികളൊന്നു ചേർന്ന് പോരാട്ടത്തിൽ